ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ റിയ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കരിമംഗല്യം അഥവാ മെലാസ്മയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും അത് മാറ്റാനായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഫേസ് പാക്ക് ഒക്കെയാണ് ഷെയർ ചെയ്യുന്നത്. ഈ കരിമംഗല്യത്തെ ആധുനിക ശാസ്ത്രത്തിൽ മെലാസ്മ എന്ന പേരിൽ പറയുന്നു. ഇതിൻ്റെ സിംറ്റംസ്, അതുപോലെ ഇതുണ്ടാവാനുള്ള കാരണങ്ങൾ ഒഴിവാക്കാനായിട്ട് എന്തൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ആദ്യം ചുരുക്കത്തിലൊന്ന് നോക്കാം. ഇത് സാധാരണയായിട്ട് ഈ കരിമംഗല്യം നമ്മുടെ കവിളുകളുടെ രണ്ട് സൈഡിലായിട്ട്, അതുപോലെ മൂക്കിന് മുകളിലായിട്ട് വരാറുണ്ട്. ഒരു ബട്ടർഫ്ലൈ ഷേപ്പിലൊക്കെ കണ്ടുവരാം. പിന്നെ ഇത് ആദ്യം ഡോട്ടുകളായിട്ട് വരും, പിന്നീട് അത് കൂടി കൂടി വന്ന് ആ ഡോട്ടുകളെല്ലാം കൂടി ജോയിൻ ചെയ്ത് വലിയൊരു പാടായിട്ട് മാറുന്നു. അതും പുരുഷന്മാരിലും സ്ത്രീകളിലും വരാറുണ്ട്, എന്നാലും കൂടുതലും സ്ത്രീകളിലാണ് കണ്ടുവരാറ്. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു 45-50 ഏജ് കഴിഞ്ഞിട്ടുള്ള ആ സ്ത്രീകളിലായിരുന്നു കണ്ടുവരാറുണ്ടായിരുന്നത്. അതായത് ആ മെനപ്പോസ് കഴിഞ്ഞിട്ടുള്ളവരിൽ, മെനപ്പോസ് ആയവരിലാണ് കൂടുതലും കണ്ടുവരാറുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു 30-35 ഏജ് ആകുമ്പോഴേക്കും ഇത് വന്നു തുടങ്ങുന്നുണ്ട്. അത് മാത്രമല്ല, ടീനേജ് പ്രായക്കാരിൽ ഇപ്പോൾ വരുന്നുണ്ട്. ഒരു 20-25 ഇടയ്ക്കുള്ളവരൊക്കെ മെയിലായിട്ടൊക്കെ ചോദിക്കാറുണ്ട് ഇത് മാറ്റാനായിട്ട് എന്താ ചെയ്യാമെന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ പറയുകയാണെങ്കിൽ ആദ്യത്തെ പ്രധാന ഒരു കാരണം പറയുമ്പോൾ പാരമ്പര്യം ഒരു ഘടകം തന്നെയാണ്. അച്ഛനമ്മമാർക്ക്, പാരൻസിന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രായം ആവുമ്പോൾ അടുത്ത തലമുറയ്ക്കും ഇത് വരാം. പിന്നെ ഒരു പ്രധാന റീസൺ പറയുകയാണെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മെനോപോസ് ആയവരിൽ കൂടുതൽ കണ്ടുവരുന്നുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോർമോണൽ ഇംബാലൻസ് വരുമ്പോൾ അതും സ്ത്രീകളിൽ കൂടുതലുണ്ടാവുന്നതിന് കാരണം കൂടി അതാണ്. PCOD ഉള്ളവരിലും ഫൈബ്രോയിഡ് യൂട്രസ്, ഇറഗുലർ മെൻസ്ട്രേഷനുള്ള കണ്ടീഷനിലൊക്കെ വരാം. അതുപോലെ തൈറോയ്ഡ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പിന്നെ ഈ ടീനേജ് പ്രായക്കാർക്ക് വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം പറയുകയാണെങ്കിൽ ചില സ്കിൻ വൈറ്റനിങ് ക്രീംസ് ഒക്കെ അമിതമായിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ ഉറക്കക്കുറവ് ഒരു പ്രധാന ഘടകമാണ്. പിന്നെ ആങ്സൈറ്റി ഉണ്ടെങ്കിൽ ഇതെല്ലാം ഇതിന് കാരണങ്ങളായിട്ട് വരാം. ഉച്ച സമയത്തൊക്കെയുള്ള തീക്ഷ്ണമായിട്ടുള്ള വെയിൽ ഡയറക്റ്റ് ആയിട്ട് കൊള്ളുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ സമയമൊക്കെ അങ്ങനെ വെയിൽ കൊള്ളുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വരാം. അതുപോലെ ആയുർവേദ പ്രകാരം ഒട്ടുമിക്ക സ്കിൻ ഡിസീസുകളും രക്തദൂഷ്യം കൊണ്ടുണ്ടാവുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില അവസ്ഥകളിൽ അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ പുറമെ എന്തെങ്കിലും ലേപനം കൊണ്ട് മാത്രമൊന്നും നമുക്ക് മാറ്റങ്ങൾ കണ്ടുവരില്ല. അപ്പോൾ ആ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് ഉള്ളിലേക്ക് എന്തെങ്കിലും മെഡിസിനൊക്കെ കഴിക്കേണ്ടതായിട്ട് വരും. അതായത് രക്തം ശുദ്ധീകരിക്കാനുള്ള പല കഷായങ്ങൾ, അങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെ കഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയും കൂടി ചെയ്താലാണ് ചില സാഹചര്യങ്ങളിൽ ഇത് മാറിപ്പോവുള്ളൂ. ചില അവസ്ഥകളിൽ ഉള്ളിലേക്കും കൂടി മെഡിസിൻ കഴിക്കേണ്ടതായിട്ട് വരും. അതോടൊപ്പം തന്നെ ജീവിത രീതിയിലും ഭക്ഷണ രീതിയിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് പറയുകയാണെങ്കിൽ സ്കിൻ ഡിസീസുകൾ എന്തെങ്കിലും സ്ഥിരമായിട്ടുള്ളവരാണെങ്കിൽ അവർ ഫുഡിൽ തൈര് ഒഴിവാക്കണം. ചിലരുണ്ടാവും വല്ലപ്പോഴും കഴിച്ചുകൊണ്ടൊന്നും കുഴപ്പമില്ല, ചിലർക്ക് തൈര് ഉണ്ടായാലേ ഭക്ഷണം കഴിക്കാൻ പറ്റൂ എന്നുള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സ്കിൻ ഡിസീസ് ഉണ്ടെങ്കിൽ അവരത് ഒഴിവാക്കിയാലാണ് അതിലെന്തെങ്കിലും ഒരു ചേഞ്ച് ഒക്കെ കണ്ടുവരുള്ളൂ. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ മെൻ്റലി എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് നോക്കണം. എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് ഒഴിവാക്കാനും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പണ്ട് മുതലേ പറയുന്നതാണ് മുഖം മനസ്സിൻ്റെ കണ്ണാടിയെന്ന്. അപ്പോൾ എന്തെങ്കിലും ടെൻഷനോ അത്തരം എന്തെങ്കിലും മെൻ്റൽ സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ അത് പല ചേഞ്ചസ് വരും, ഹോർമോണൽ ചേഞ്ചസും അങ്ങനെയുള്ള പല മാറ്റങ്ങളൊക്കെ വരും. അതെല്ലാം നമ്മുടെ മുഖത്ത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ടെൻഷനൊക്കെ ഒഴിവാക്കി ഹാപ്പി ആയിട്ടിരിക്കാനും ശ്രദ്ധിക്കുക. മെഡിറ്റേഷൻ, യോഗ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് എപ്പോഴും അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ ഒരു ചിട്ടയോട് കൂടി ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ പ്രധാനപ്പെട്ടതാണ് ഉറക്കം കറക്റ്റ് ടൈമിൽ ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. നല്ല ഉച്ച സമയത്തുള്ള വെയിലൊക്കെ കൊള്ളേണ്ടി വരികയാണെങ്കിൽ കുടയൊക്കെ യൂസ് ചെയ്യുക. ഈ സമയത്ത് ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് തട്ടാതെ ശ്രദ്ധിക്കുക. അതുപോലെ ഫുഡിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആക്കണം നോക്കാം. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ധാരാളം കഴിക്കാം. അതിൽ ക്യാരറ്റ്, തക്കാളി, പപ്പായ, ഓറഞ്ച്, പിന്നെ നെല്ലിക്ക, മാതളം ഇതൊക്കെ മസ്റ്റായിട്ട് ഉൾപ്പെടുത്തണം. വീക്കിലി എല്ലാം ഇത് ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ഡെയിലി നെല്ലിക്കയൊക്കെ ഡെയിലി കഴിക്കാവുന്നതാണ്. പിന്നെ ഈ ഡീപ്പ് ഫ്രൈ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ അച്ചാറൊക്കെ സ്കിൻ ഡിസീസ് ഉള്ളവർക്കൊന്നും അത്ര ഗുണം ചെയ്യില്ല. അപ്പോൾ അച്ചാർ ഒരുപാട് പുളിയുള്ളതും എരിവുള്ളതൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആൻറ്റി ഓക്സിഡൻസ്, ഫൈബറൊക്കെയുള്ള ഫുഡ് ധാരാളം കഴിക്കുക. വെള്ളം കുടിക്കുക. പിന്നെ ഉറക്കം കറക്റ്റ് മണിക്കൂറുകൾ ഉറങ്ങുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ മെൻസ്ട്രൽ സൈക്കിൾ റെഗുലർ ആണോ എന്നൊക്കെ കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട്, കോൺസ്റ്റിപ്പേഷനൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ടുള്ള മെഡിസിൻ കഴിച്ച് അതൊക്കെ മാറ്റിയെടുക്കുക. അപ്പോൾ ഇനി നമുക്കൊരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ട് നോക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇരട്ടി മധുരം അല്ലെങ്കിൽ ലിക്വറൈസ് എന്ന് പറയുന്ന ഇരട്ടി മധുരം, പിന്നെ മഞ്ചിഷ്ട പൗഡർ അല്ലെങ്കിൽ മഞ്ചട്ടിപ്പൊടി, പിന്നെ കസ്തൂരി മഞ്ഞൾ, പാല്, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇരട്ടി മധുരം 2 ടീസ്പൂൺ എന്ന അളവിൽ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ മഞ്ചിഷ്ട പൗഡറും 2 ടീസ്പൂൺ തന്നെ എടുക്കുക. തുല്യ അളവിൽ ഇത് രണ്ടും എടുക്കുക.
കസ്തൂരി മഞ്ഞൾ അപ്പോൾ 1 ടീസ്പൂൺ എടുത്താലും മതി. എന്നിട്ട് അതിൻ്റെ കൂടെ ആവശ്യത്തിന് അത് മിക്സ് ചെയ്യാൻ പാകത്തിന് പാലും കൂടി ചേർത്തിട്ട് ഒരു ഫേസ് പാക്കിൻ്റെ ആ ഒരു രൂപത്തിലാക്കി എടുത്തിട്ട് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തെങ്കിലും അലർജിക് റിയാക്ഷൻസ് ഇതിലെ ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുമ്പോൾ വരികയാണെങ്കിൽ അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. മഞ്ഞളിന് അലർജി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മഞ്ചിഷ്ട പൗഡറിനൊക്കെ അലർജി ഉണ്ടെങ്കിൽ അപ്പോൾ എല്ലാവർക്കും അങ്ങനെ വരണമെന്നില്ല, എന്നാലും ഒരു പാച്ച് ടെസ്റ്റ് നിർബന്ധമായിട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അലർജിക് റിയാക്ഷൻ വരികയാണെങ്കിൽ പിന്നെ അത് നമ്മൾ യൂസ് ചെയ്യരുത്. അപ്പോൾ ആദ്യം ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ട്. ഈ ഫേസ് പാക്ക് മുഖത്ത് പുരട്ടിയിട്ട് ഒരുപാട് ഡ്രൈ ആവാനായിട്ട് നിൽക്കേണ്ട. ഡ്രൈ ആയി തുടങ്ങുമ്പോൾ തന്നെ വാഷ് ചെയ്ത് കളയാം. പിന്നെ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടും ചെയ്തിട്ടൊന്നും വലിയ ചേഞ്ചസ് ഒന്നും വരുന്നില്ലെങ്കിൽ അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ചിലപ്പോൾ ഉള്ളിലേക്കൊക്കെ മെഡിസിനൊക്കെ കഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊക്കെ ഒരു ആയുർവേദ ഡോക്ടർ നിർദ്ദേശിച്ചു തരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ, ഇത്തരം വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കൺസൾട്ടേഷന് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ മെഡിസിൻസ് ഓൺലൈനായിട്ടും നേരിട്ടും വാങ്ങാൻ സാധിക്കും. അത് വാങ്ങാൻ താല്പര്യമുള്ളവർക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന സെയിം നമ്പറിലേക്ക് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം. താങ്ക് യു. ബൈ.